390 രൂപ 6 പീസ് ഫ്രൈഡ് ചിക്കനും കോക്കും ഫ്രൈസും ആയിട്ടുള്ളൊരു കോംബോ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമുക്കറിയാം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കിങ്സ് ക്രിസ്റ്റൽ വന്നേക്കണം. കുറച്ച് കാലങ്ങൾക്ക് ശേഷം പറഞ്ഞാൽ ഇവിടെ ഒരു ഓഫർ ഉണ്ടെന്ന് കൂടെ അറിഞ്ഞു. നമ്മുടെ ലിനോയുടെ ലിഡിയുടെ ഒരു പേജ് ഉണ്ട്, കൊച്ചി ക്രോണിക്കിൾസ് എന്ന് പറഞ്ഞാൽ. ആ പേജ് കണ്ടിട്ടാണ് ഞാൻ വന്നത്. ഇത്രയും വലിയ മെനു ഞാൻ എങ്ങും കണ്ടിട്ടില്ല. കുറേ ബർഗേഴ്സൊക്കെ വന്നിട്ടുണ്ട്. പോസ് ചെയ്ത് നോക്കിയാൽ കേട്ടോ. ഇവിടെ പ്രൈസാണ് നോക്കി. ഭയങ്കര ഇളക്കമാണ് ആൾക്ക്, അതുകൊണ്ട് ഷെയ്ക്കാണ് ഇഷ്ടം. ഇവിടെ ഇങ്ങനത്തെ കുറേ കോംബോസ് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് ഇതൊന്നുമല്ല, 390 രൂപ 6 പീസ് ഫ്രൈഡ് ചിക്കനും കോക്കും ഫ്രൈസും ആയിട്ടുള്ളൊരു കോംബോ. ഇവിടെ മാച്ച് കാണാനൊക്കെ അടിപൊളിയായിരിക്കും. നല്ല കിടുക്കാച്ച് വലിയ ടി വി, 75 ഇഞ്ച് എന്തോ ആണ്. പിന്നെ ഇവിടെ നിരന്നിരിക്കാൻ പറ്റിയ സീറ്റും ഉണ്ട്. ഇവിടെ 6 തരം ഫ്രൈഡ് ചിക്കൻ ഉണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ പറയാം. ഓരോന്നും വീതം വേണമെങ്കിൽ പറയാം. 2 വീതം 3 എങ്ങനെയാണെന്ന് വെച്ചാൽ 6 എത്തിക്കാം. അപ്പം ഞാൻ 2 വീതം 3 ടൈപ്പാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, ഈ കാണുന്ന വീഡിയോ കണ്ടിട്ടാണ് ഞാൻ വന്നത്. കിഡിലിന് ഓഫറാണ് 3 പാക്കറ്റ് ബർഗർ. ഇവിടുത്തെ ലോട്ടസ് ബിസ്കഫ് ഞാൻ കണ്ടു. അടിപൊളി വീഡിയോ ആയിരുന്നു. ഈ പേജ് ഇപ്പോൾ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യാം. നീ എൻ്റെ അടുത്ത് കുറേ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം അനുപയുടെ സാധനം വന്നിട്ടുണ്ട്. ട്രോപ്പിക്കൽ മൊയ്റ്റോ ബ്ലൂ കുറയ്ക്കാവാ ഞാൻ. ഇവിടെ നല്ല ആളുണ്ട് കേട്ടോ, അതുകൊണ്ട് നല്ല ക്ഷമയും വേണം കേട്ടോ. സമയം എടുക്കും ഇത് കിട്ടാൻ. ഇവിടെ ഒരാളൊന്നും അറിയാനുള്ള എഡിറ്റിങ്ങിൻ്റെ തിരക്കിലാണ്. വിശന്ന് ഗ്യാസ് കയറിയിരിക്കുമ്പോൾ വരാൻ പറ്റിയ സ്ഥലമില്ല കേട്ടോ. കാരണം ക്ഷമയുടെ നെല്ലിപ്പലകൾ ഗ്യാസ് കയറി കൊണ്ടാകാൻ തുടങ്ങിയിരിക്കും. ഇവിടെ ഒരു നല്ല ക്ഷമ വേണം കേട്ടോ. ഇഷ്ടംപോലെ ടൈം എടുക്കും കിട്ടാൻ. അപ്പോൾ എനിക്കാണെങ്കിൽ ഗ്യാസ് കയറിയിരിക്കുമ്പോൾ പെട്ടെന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് വന്നത്. പക്ഷേ പെട്ട് ഞാനിപ്പോൾ ഇതാണിപ്പോൾ 399 കോംബോ കേട്ടോ. ഇതിൻ്റെ കൂടെ ഫ്രൈസും കോക്കും ഉണ്ട്. അതിപ്പോൾ വരും. നല്ല ക്ഷമ വേണം കേട്ടോ അത് കിട്ടാനായിട്ട്. ഒരുപാട് സമയം എടുത്തു. ഇതിനകത്ത് ഇത് കൊറിയൻ ഫ്രൈഡ് ചിക്കൻ എന്ന സാധനം ഇതാണ്. പിന്നെ ബാക്കി 2 ഫ്ലേവേഴ്സ് ഇതാണ്. അതൊക്കെ ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. ഫ്രൈഡ് ചിക്കൻ ഒന്നും പറയാനില്ല, കിട്ടിയാണ്. ഇവിടെ പാസ്ത ഇതാണ്. അത് കഴിച്ചിട്ടുള്ള അഭിപ്രായം പറയാം. നല്ല ചൂടുണ്ടാവും. പൊള്ളി ചൂട് ചീസ് എടുത്ത് നന്നാക്കി തള്ളി ഇതുവരെ ഇരിക്കും. കഴിച്ചോ? ഈ ഗാർലിക് ബ്രെഡൊക്കെ ഉണ്ടല്ലോ, കൊള്ളാലോ. ഒന്ന് കഴിക്കുമോ? അരമണിക്കൂറായല്ലോ. വേണ്ട, ചൂടാറിയിട്ട് കഴിച്ചാൽ മതി. പൊള്ളി ഒരു ടേസ്റ്റും കിട്ടാണ്ടാവും അവസാനം. അടിപൊളി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല അടിപൊളി ചീസ് സോസ് അടിപൊളിയുണ്ട്. വൈറ്റ് സോസ് അടിപൊളി. പാസ്ത എന്തായാലും പൊളിച്ചു കേട്ടോ. പൊതുവെ എനിക്ക് എല്ലായിടത്തും പാസ്ത അങ്ങനെ ഇഷ്ടപ്പെടാറില്ല, പക്ഷെ ഇത് കൊള്ളാം. ഡെക്കറേഷൻ വേണ്ടായിരുന്നല്ലേ. അതുപോലെ നമ്മൾക്ക് കൂടുതലുള്ള കോക്കുന്നുണ്ട്. ഈ ഫ്രൈഡ് ചിക്കൻ്റെ അകത്തേക്കൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മിക്ക സ്ഥലങ്ങളിലുള്ള കുഴപ്പം കഴിഞ്ഞാൽ അകത്തേക്കൊന്നും മര്യാദ വേഗില്ല എന്നുള്ളതാണ്. ഇവിടെ നന്നായിട്ട് വേഗം അകത്തേക്കൊക്കെ. റോൾസും ഫ്രൈസും ഇവിടെ ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടവും. അതുപോലെ പഴയ മറ്റേ HBR. പക്ഷെ ഇത് രണ്ടും ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും കേട്ടോ. സൂപ്പറായിട്ടുണ്ട്.
അതിനകത്ത് ഈ കൊറിയൻ ഫ്രൈഡ് ഒന്ന് കഴിച്ചു നോക്കട്ടെ. കുറച്ച് നാൾക്ക് മുന്നേ കഴിച്ചോ, ഒന്ന് കഴിച്ചു നോക്കാം. നല്ല ജ്യൂസിയാണ്. സൂപ്പറാണ്. 2 ചിക്കൻ പൊട്ടും പഴം പോലെ കഴിച്ചു. ഞാൻ അടുത്തൊരു പീസ് എടുക്കട്ടെ. ഇതാണ് അടുത്ത സാധനം. ഇത് കഴിച്ചു നോക്കട്ടെ എങ്ങനെയാണ്. കൊറിയൻ ഒരു രക്ഷയില്ല. 2.5 വീതം. 2 കൊറിയൻ, 2 ബാക്കി 2. ഇപ്പം ഞാനീ കഴിക്കുന്ന വൈൽഡ് ഫയർഡ് എന്ന് പറഞ്ഞ സാധനമാണ്. അതുപോലെ കരീബിയൻ എന്ന് പറഞ്ഞാൽ വേറെ ഉണ്ട് ഇതിനകത്ത്. അതാണ് നേരത്തെ കഴിച്ചത്. പിന്നെ നമ്മുടെ നാഷണൽ ഉണ്ട്. നാഷണൽ ഏറ്റവും എരിവുള്ളത്. അതാണ് എൻ്റെ ഫേവറേറ്റ്. അതൊന്നും ഞാൻ പറഞ്ഞില്ല. എപ്പോഴും അതല്ലേ കഴിക്കണമെന്ന് വിചാരിച്ചു. അത് കഴിച്ചതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ പലവണ്ണം ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, കണ്ടു നോക്കിയാൽ കേട്ടോ. പിൻ കമൻ്റായിട്ട് ഇട്ടേക്കാം. ചേട്ടാ ഹെവിനെസ് കാരണം പാതി കഴിച്ചുള്ളൂ കേട്ടോ അവള്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുള്ളൂ, ഇവിടെ യൂസ് ചെയ്യുന്ന ചിക്കൻ പാസ്റ്റയിലുള്ളതാണെങ്കിൽ പോലും കിട്ടിയിലും ക്വാളിറ്റി കേട്ടോ. അത് എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. ഈ ഗാർലിക് ബ്രെഡ് സൂപ്പർ തന്നെ കേട്ടോ. അനുഭവം കഴിച്ചു തീർക്കാത്തതുകൊണ്ട് മൊത്തം തിന്നു കേട്ടോ. എനിക്ക് ഇതിലെ ചിക്കൻ കാണിച്ചു തരാം. അത് നോക്കി ഒരു രക്ഷ കിട്ടില്ല. ഫുള്ള് ചിക്കൻ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. അത്ര സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ ചിക്കൻ പീസുണ്ട്, ഇഷ്ടം പോലെ. നിങ്ങൾ ആരും അനുഭവം കഴിച്ചതിന് ബാക്കിയൊന്നും. എന്നിട്ട് എന്തുപോലെ ചിക്കൻ പീസ് നോക്കി. ഇത് വൈറ്റ് സോസ് ഒരു രക്ഷയില്ല. ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ നോക്കിക്കോട്ടെ. ഞങ്ങൾ വീട്ടിൽ വൈറ്റ് സോസ് ഉണ്ടാക്കണവരായതുകൊണ്ട് പറയണതാണ്. ബ്രില്യൻലി മെയ്ഡാണിത്. ഒരു രക്ഷയില്ല, കിട്ടില്ലുണ്ട്. നീ പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നത്, ഈ സോസ് ഇടണ്ടായിരുന്നു. ബാക്കിയൊക്കെ സെറ്റാണ്, ഇത് മാത്രം ഇടണ്ടായിരുന്നു. രണ്ടാമത്തെ ഡിപ്പും വെറൈറ്റി ആയിരുന്നു കേട്ടോ. ഇപ്പോൾ 2 ഫ്രൈഡ് ചിക്കൻ ബാക്കിയുണ്ട്. അത് പാർസലുണ്ടെന്ന്. 1 മോനും 1 അമ്മയ്ക്കും കൊടുക്കണം. അതിപ്പോൾ ഫുഡ് കഴിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഒരെണ്ണത്തിൽ ഒതുക്കണേ കേട്ടോ. ഒരാളെ ഗെയിമിൻ്റെ ലെവൽ തീർക്കാൻ വേണ്ടി എന്നോട് എല്ലാം പിടിക്കാൻ പറയണേ. എന്ത് സാധനം നോക്കി. അവൾക്ക് ഗെയിമിൻ്റെ ലെവൽ തീർക്കാതെ രക്ഷയില്ല. അവൾ എന്നെ ഗെയിമർ എന്ന് പറഞ്ഞ് കളിയാക്കും. ഇത് പിന്നെ എന്താ, ഇത് ഗെയിമല്ലേ? ഇത് മറ്റേ തവിട് കൊടുത്തെടുത്തൊന്നുമല്ലല്ലോ. ഗെയിം ഇസ് ഗെയിം. ചെറുത് വലുതൊന്നുമില്ല. അവളീ കുറെ പൊട്ടാസ് പൊട്ടിക്കണതും മറ്റേ വെള്ളം തെറിപ്പിക്കണമൊക്കെ ആയിട്ടുള്ള കുറെ ഗെയിമൊക്കെ ആയിട്ട് ഇറങ്ങിക്കോളും. കുറെ നാള് ബബിൾ ഷൂട്ടർ ആയിരുന്നു. ഇപ്പൊ വേറെ എന്തോ സാധനമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ പെയിന്റിങ് ആയിരുന്നു. ഐഫോൺ അടിച്ചു പോയപ്പോ പെയിന്റിങ് നിന്ന്. പക്ഷെ പാർസലൊക്കെ എടുത്ത് പോണേണ്. ഫുഡ് ഒരു രക്ഷയില്ല. അത് ഒരു തർക്കമില്ല കാര്യത്തിൽ. ഓർഡർ ചെയ്ത എല്ലാ സാധനങ്ങളും വേറെ ലെവൽ തന്നെയാണ്. ഫോർ ദ പ്രൈസും ഭയങ്കര വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ക്വാളിറ്റി ഓഫ് ചിക്കൻ എല്ലാം. ഒറ്റൊരു കാര്യം മാത്രമേ ഉള്ളൂ, ഇവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ഈ തിരക്ക്. ഇവിടെ സ്റ്റാഫിൻ്റെ കുറവ് കൊണ്ടാണെന്ന് തോന്നണം. അത് മാത്രമേ ഉള്ളൂ. അതൊഴികെ ബാക്കി എല്ലാം സൂപ്പറാണ്. ഭയങ്കര എന്താ ഫ്രണ്ട്സായിട്ട് വന്നിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെയാണ്. ഫുഡ് വേറെ ലെവൽ, അതൊന്നും പറയാനില്ല ആ കാര്യത്തിൽ. ജാങ്കോ നമ്മൾ പെട്ടോ. ഇതൊക്കെ നിറച്ച വണ്ടികൾ. നമ്മുടെ വണ്ടിയാണ് ഇവിടെ പോയി. ഇതെല്ലാം മുകളിലേക്ക് വന്നതാണല്ലോ. എളമക്കര ഭവൻസ് സ്കൂളിൻ്റെ ഓപ്പോസിറ്റാണ് കിങ്സ് ക്രസ്റ്റിൻ്റെ ലൊക്കേഷൻ കേട്ടോ.